സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയി, ബട്ട് സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നില്ല. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം, അല്ലേ? ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. സോ സിലബസ് കംപ്ലീറ്റ് ആയതിനു ശേഷവും സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നില്ല എങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി അല്ലാഞ്ഞിട്ടോ, അതല്ല നമ്മൾ ചെയ്ത മെത്തേഡ്സ് റോങ് ആയിട്ടോ, അതല്ല അതിനു വേണ്ടി യൂസ് ചെയ്ത എന്തെങ്കിലും ടെക്നിക്സുകൾ തെറ്റായിട്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളാവാം. സോ ഇന്ന് ഞാൻ പറയുന്നത് ഈ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള 5 പോയിന്റ്സ് ആണ്. സോ ഇത് വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ്, സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നില്ല എന്നുള്ളതിനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അത് മേ ബി ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ റീഡിങ് ശരിയാവുന്നില്ല എന്നുള്ളത് കൊണ്ടാവാം. ഓക്കെ, റീഡിങ് മീൻസ് ഇംഗ്ലീഷിലും ക്വാൺസിനും റീസണിങ്ങിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. റീഡിങ് മീൻസ് അത് കോംപ്രഹെൻഡ് ചെയ്യാൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് റീഡിങ് കോംപ്രഹെൻഡ് ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതല്ല ടൈം അതിന് എടുക്കുന്നുണ്ട് എങ്കിൽ അത്രയും ടൈം റിയൽ എക്സാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അങ്ങനെ ആ ഒരു ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് ആണെങ്കിൽ RCs ഒക്കെ കോംപ്രഹെൻഡ് ചെയ്ത് എടുക്കാൻ ഉള്ള ആ ഒരു ടൈം നമ്മൾക്ക് അത്രയും ടൈം കുറവ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും, നമ്മുടെ മാർക്സ്, അതായത് കൂടുതൽ അറ്റംപ്റ്റ്സ് വരുത്താനുള്ള ചാൻസസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ റീസണിങ്ങിനാണെങ്കിലും ഓക്കെ, ക്വാൺസിനും ഇത് ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ റീസണിങ്ങിനാണെങ്കിലും പസിൽസ് ഒക്കെ ചെയ്യുമ്പോൾ റീഡിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് പിന്നെയും പിന്നെയും ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാലായിരിക്കും ആ ഒരു പസിൽ ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ടൈം അവിടെ കൺസ്യൂം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ, സോ മെയിനായിട്ടും ഇപ്പോൾ റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതായത് പെട്ടെന്ന് വായിച്ച് സ്കിം ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, റീഡിങ് പ്രാക്ടീസ് ചെയ്യുക. റീഡിങ് ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ഇമ്പ്രൂവ് ആകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ്, ഇപ്പോൾ ക്വാൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള ഒരു പരാതിയാണ് എന്ത്, സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളത്. ഓക്കെ, ക്വാൻസിന് മെയിനായിട്ടും അത് എല്ലാ വീഡിയോസിലും ഇതുപോലുള്ള സ്പീഡ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടേബിൾസ്, സ്ക്വയേഴ്സ്, ക്യൂബ്, ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഡെയിലി മീൻസ് ഒരു 10 ദിവസം ഒറ്റയിരിപ്പിൽ, അതായത് ഇപ്പോൾ രാവിലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ക്വാൻസ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് മതി. ആദ്യമൊക്കെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, എന്നാലും പിന്നെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജസ്റ്റ് ഒരു പേപ്പറിലോട്ട് എഴുതുക. ഓക്കെ, ടേബിൾസ് ഒരു 20 വരെയുള്ള ടേബിൾസും, സ്ക്വയേഴ്സ് ഒരു 20 വരെ, ക്യൂബ്സ് ഒരു 20 വരെ മിനിമം. ഓക്കെ, ഇത്രയും എഴുതുമ്പോൾ തന്നെ എന്ത് പറ്റും, ഡെയിലി ചെയ്യുമ്പോൾ അത് നമ്മളുടെ മൈൻഡിൽ ബൈഹാർട്ട് ആവുകയും പിന്നീട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് സംഭവിക്കും, പെട്ടെന്ന് തന്നെ അത് റീകളക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ക്വാൻസിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് കട്ട്സ് മാത്രം തേടിപ്പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഷോർട്ട് കട്ട്സിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് അല്ലല്ലോ, അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ കട്ട് മെത്തേഡ്സ് വേണം. സോ ഒരിക്കലും ഇപ്പോൾ ഒരു ടൈം ആൻഡ് വർക്ക് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കണ്ടൻസ് മാത്രം പഠിക്കുക മാത്രം ചെയ്യാതെ, അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് കട്ട്സ് ഇന്നതാണ് എന്നുള്ള ജസ്റ്റ് ആ ഷോർട്ട് കട്ട്സ് മാത്രം പഠിച്ചു വെക്കാതെ ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അത് ക്ലാരിറ്റിയോടെ തന്നെ പഠിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും എന്ത് സംഭവിക്കും, നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ ഇപ്പോൾ ക്വാൻസിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ എന്ന് പറയുന്നത്. ബാക്കി ഏത് ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിലും പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ അത് പ്രീ മുതൽ മെയിൻസ് ലെവൽ വരെയുള്ള രീതിയിൽ അത് പഠിച്ചു വെക്കണം. കാരണം ഇപ്പോൾ DIസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് റേഷ്യോസ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഏറ്റവും എളുപ്പം. പൈചാർട്ട് DI അതുപോലുള്ള ബാക്കി DIs ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ റേഷ്യോ മെത്തേഡ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ ഫ്രാക്ഷൻ വാല്യൂസ് വെച്ചിട്ടും
ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾക്ക് എന്താണ് കുറഞ്ഞ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, DI ചെയ്യുമ്പോൾ ടൈം ഒത്തിരി എടുക്കുന്നു, അങ്ങനെ ടൈം കുറയ്ക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒറ്റ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റേജും റേഷ്യോയും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രാക്ഷൻ വാല്യൂസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കുറേ കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു എളുപ്പം ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആയാൽ മാത്രമേ എന്താവുകയുള്ളൂ, സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ധാരാളം ക്വിസസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആയിട്ട് ധാരാളം എല്ലാ ആപ്സിലും ക്വിസസ് അവൈലബിൾ ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെ ക്വിസസ് ചെയ്യണം. അതുപോലെ തന്നെ മാത്സ് ഇപ്പോൾ മീൻസ് ടേബിൾസും സ്ക്വയേഴ്സും ഒക്കെ ചെയ്ത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മാത്സ് ആപ്പുകൾ അവൈലബിൾ ആണ്. ഓക്കെ, മാത്സ് ട്രിക്ക് ആപ്പ് അങ്ങനെയുള്ള ആപ്സ് അവൈലബിൾ ആണ്. ആ ആപ്സിലൊക്കെ എന്ത് ചെയ്യണം, പഠിക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യണം, ബോർ അടിക്കുന്നെന്ന് ഫീൽ ചെയ്യുന്ന ആ ടൈമിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോൺ എടുത്തിട്ട്, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്സ് ആണ്. ഓക്കെ, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആകും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് നവനീത് സാറിൻ്റെ ക്ലാസ്സസ്. അത് ബിഗിനേഴ്സ്, ഇപ്പോൾ അഡ്വാൻസ് ലെവൽ മീൻസ് ഒരു പ്രീലിംസ് ഒക്കെ ക്വാളിഫൈ ആകുന്ന ലെവലിൽ എത്തിയിരിക്കുന്നവർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ, മാത്സ് വീക്കാണ്, മാത്സിന് സ്പീഡ് ആവുന്നില്ല, ഷോർട്ട് കട്ട്സ് ഉണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഡിപ്പെൻഡ് ചെയ്യാവുന്ന സോഴ്സ് ആണ് നവനീത് സാറിൻ്റെ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ്. ആ ക്ലാസ്സസ് എന്താണ്, നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് ഒക്കെ വാല്യൂസ് ഒക്കെ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സ് ഒക്കെ. ഇപ്പോൾ SBI ക്ലർക്കിൻ്റെ കേസിലാണെങ്കിൽ സ്പീഡ് മാത്സ് ഒക്കെ ഒരു 15-20 സെക്കൻഡ് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ സ്പീഡ് മാത്സിൻ്റെ സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് മാക്സിമം ഒരു 20 സെക്കൻഡ്സ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട്, അത്രയും ബ്രെയിന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആൻസേഴ്സ് ചെയ്യണമെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഇപ്പോൾ റീസണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ആക്കാം, പസിൽസ്, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, മിസലേനിയസ്, ഇതൊക്കെ ചേരുന്നതാണ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും നമ്മുടെ എക്സാംസിൻ്റെ ഗെയിം ചേഞ്ചറായിട്ട് നിൽക്കുന്നത് എന്താണ്, പസിൽസ് ആണ്. ഓക്കെ, ഒരു 15 മാർക്സ്, കുറഞ്ഞ ഒരു 15 മാർക്സിന് മുകളിൽ എന്തുണ്ട്, പസിൽസ് ഉണ്ട്. പസിൽസിൽ തന്നെ പലതരം കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫ്ലാറ്റ് ഫ്ലോറ്, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ലെവൽ, അതുപോലെ ഇയർ ബേസ്ഡ്, അങ്ങനെ പലതരം പസിൽസ് ഉണ്ട്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പല കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പസിൽ പ്രിലിംസ് ലെവൽ ആണെങ്കിൽ അത്രയും കണ്ടീഷൻസ് യൂസ് ചെയ്യേണ്ടി വരില്ല. ബട്ട് മെയിൻസ് ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ പ്രിലിംസ് ലെവലിലൊരു 4-5 സെൻറ്റൻസിലൊക്കെ തീരുന്ന പസിൽസ് മെയിൻസ് ലെവലിൽ വരുമ്പോൾ നല്ലൊരു പാരഗ്രാഫ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആയിട്ടുള്ള RC ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, RC പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതും ഈ പസിൽസിലും എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പസിൽസും അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സോഴ്സസ് എന്ന് പറയുന്നത് വീഡിയോ സോഴ്സസ് ആണ്. ആദ്യം ബിഗിനർ ലെവൽ ആണെങ്കിൽ വീഡിയോ സോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുക. ടീച്ചേഴ്സ് എങ്ങനെ ഇത് പസിൽ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ദെൻ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും എനിക്ക് വർക്കായിട്ടുള്ള, ഞാൻ എൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗൈഡ്ലിയുടെ പോക്കറ്റ് PDFs അവൈലബിൾ ആണ്. മീൻസ് ഒരു 50 സെറ്റ് പസിൽസിൻ്റെ ഒക്കെ PDFs അവൈലബിൾ ആണ്. അതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു തവണ ഇരിക്കുമ്പോൾ ആ 50 പസിൽസും ചെയ്യും. അത് ഒറ്റ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, നമുക്ക് സ്പീഡ് ഇമ്പ്രൂവ് ആകും. അത് കഴിഞ്ഞിട്ട് ഒരു സെക്ഷണൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കേ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം കാണാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് വർക്കായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു പ്രിലിംസ് ലെവൽ പസിൽസ് ഒക്കെ ചിലപ്പോൾ 50 സെക്കൻഡ്സ് കൊണ്ടൊക്കെ തന്നെ ഒരു പസിൽ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതുപോലെ ഒരു ഗൈഡ്ലി മീൻസ് അതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ ഫ്രീ സോഴ്സസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഒരു 50 സെറ്റ് പസിൽസ് എന്ത് ചെയ്യുക, അത് വലിയ സംഭവമായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഓക്കെ,
അപ്പോൾ ഒരു 50 സെറ്റ് പസിൽസ് ഒറ്റയടിക്ക് ഇരുന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, മെയിൻസ് ലെവലിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, ഇത് പ്രിലിംസ് ലെവലിൻ്റെ കാര്യം നമ്മൾക്ക് ജസ്റ്റ് സ്ക്രീനിൽ നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് എഴുതി ഒരു 2-3 വെറൈറ്റീസ് കാണും, മീൻസ് പോസിബിലിറ്റീസ് കാണും. ആ പോസിബിലിറ്റീസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ മെയിൻസ് ലെവലാണെങ്കിൽ വലിയ പാരഗ്രാഫ് ആയിരിക്കും. സോ അപ്പോൾ വായിച്ചത് പിന്നെയും ഓരോ തവണയും സ്ക്രീൻ നോക്കി പിന്നെയും ഒരു എഴുതി, അങ്ങനെ ടൈം കൺസ്യൂമിങ് ആണ്. സോ ആ ടൈമിൽ എന്ത് ചെയ്യുക, കണ്ടീഷൻസ് റൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്നുള്ളിടത്ത് മീൻസ് അത്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എബവ് എന്നുള്ളിടത്ത് അത് ഇമ്മീഡിയറ്റ് എബവ് അല്ല എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തെറ്റിദ്ധരിച്ചാൽ പോലും ആ ഒരു ഫുൾ പസിലും എന്ത് സംഭവിക്കും, തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, പസിൽസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് അപ്രോച്ച്. ഓക്കെ, ഇപ്പോൾ മോക്ക് പേപ്പർ ചെയ്യുമ്പോൾ ചിലരൊക്കെ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഇരുന്നാണല്ലോ ചെയ്യുന്നത്, നമ്മളുടെ കംഫർട്ട് സോൺ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്, ആരും നോക്കാനില്ലല്ലോ, അങ്ങനെയൊക്കെ കരുതി എന്ത് ചെയ്യും, ഇപ്പോൾ 1 hour ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ഇടയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാൻ പോകും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഒരു മീനിങ് അറിയത്തില്ലാത്ത വേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആൻസേഴ്സ് കുറിച്ച് വെക്കാനുള്ള ടെൻഡൻസീസ് വരും. ഞാൻ ചെയ്യാറില്ല. ആദ്യമൊക്കെ അങ്ങനത്തെ ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, എക്സാം ഹാളിൽ എങ്ങനെ ഇരിക്കുന്നു, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് വേറൊരു കാര്യങ്ങൾക്കും പോവാതെ ആ തന്നിരിക്കുന്ന 1 hourനെ എങ്ങനെ യൂസ് ചെയ്യുമോ അതുപോലെ തന്നെയാണ് ഞാൻ വീട്ടിലിരുന്നാണെങ്കിലും മോക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുന്ന കൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താണ് അതിനോടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ആ ഒരു എക്സാം ലെവൽ അപ്രോച്ച് നമ്മൾക്ക് ആ മോക്കിനും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ മെയിൻ എക്സാമിനാണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അപ്പോൾ മോക്കിന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അത് വെച്ചുകൊണ്ടേയിരിക്കും, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ്. ഓക്കെ, ബട്ട് ചിലപ്പോൾ അതെന്ത് ചെയ്യും, അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാകുമ്പോൾ ഓൾറെഡി നമ്മൾ മെയിൻ എക്സാമിന് പോകുമ്പോൾ ആ ഒരു ടെൻഡൻസി വരും, ഇപ്പോൾ കിട്ടിയാലോ എന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസീസ് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അവിടെ പോയി പ്രീച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരിക്കലും മോക്ക് ചെയ്യുമ്പോൾ റിയൽ പേപ്പർ പോലെ അല്ലാതെ അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, ആ മോക്കിനെ റിയൽ പേപ്പർ പോലെ തന്നെ ആ ഒരു 1 hourനെ അതിനുവേണ്ടി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, സ്റ്റക്ക് ആവുന്ന ക്വസ്റ്റ്യൻസിനെ സ്കിപ്പ് ചെയ്യുക, ദെൻ പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്യണം. അത് അനാലിസിസ് മസ്റ്റാണ് മോക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു അപ്രോച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സാം ഹാളിൽ ചെല്ലുന്നിടം വരെ നമ്മൾക്ക് എന്താണ് മോക്ക് ചെയ്ത് നമ്മൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള സമയമാണ്. സോ എന്ത് ചെയ്യുക, ആ സമയത്ത് നമ്മൾക്ക് എവിടാണോ തെറ്റിയത്, എവിടാണോ ശരിയായത്, അതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അതിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷോർട്ട് കട്ട്സിൻ്റെ പുറകെ പോകാതിരിക്കുക. ഓക്കെ, ഷോർട്ട് കട്ട്സ് മീൻസ് എന്താണ്, ഞാൻ മുമ്പത്തെ സെഷനിൽ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്, കോൺസെപ്റ്റ് മനസ്സിലാവാതെ ജസ്റ്റ് എന്താണ്, ഓക്കെ എന്തെങ്കിലും ഒക്കെ കാണിച്ചു വെക്കാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡായിരുന്നു, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ മെത്തേഡായിരിക്കും, അങ്ങനെ കരുതി കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ജസ്റ്റ് ഷോർട്ട് കട്ട്സ് മാത്രം യൂസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, ഒരു പോർഷൻ ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു പോർഷൻ പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കുമ്പോൾ പ്രീ മുതൽ മെയിൻസ് ലെവൽ വരെ പഠിച്ചിട്ട് അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് ദ കീ. ഓക്കെ, സോ എന്താണ്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ്സ് നമ്മുടെ മനസ്സിൽ ഒന്നും കൂടിയും ഉറപ്പാവുകയുള്ളൂ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിനെ നാളെ കാണുമ്പോൾ അത് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ച് ഉടനെ തന്നെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ മെത്തേഡ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, അത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, അത് അങ്ങനെ വന്നിട്ട് പിന്നെ എങ്ങനെ ആയിരുന്നു, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഒരു പ്രാക്ടീസ് ചെയ്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ റഫ് ഷീറ്റിലോട്ട് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആൻസർ മാർക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സോ അതാണ് പ്രാക്ടീസ് നമ്മൾക്ക് തരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയുമാണ് 5 പോയിന്റ്സ്. ഈ 5 പോയിന്റ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം മോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മീൻസ് മോക്കല്ല, ഫസ്റ്റ് ടൈം റിയൽ എക്സാം, ഞാനൊരു IBPSൻ്റെ ക്ലർക്കിൻ്റെ റിയൽ എക്സാം ആയിരുന്നു ഫസ്റ്റ് ടൈം പഠിക്കാൻ തുടങ്ങിയപ്പോൾ അപ്ലൈ ചെയ്തത്. അതിന് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത് 53 ആയിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അത് ക്ലർക്കിനെ സംബന്ധിച്ച് വളരെ കുറവുള്ളൊരു അറ്റംപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ലാസ്റ്റ് ഇയറിലെ എനിക്ക് ക്ലർക്കിന് അറ്റംപ്റ്റ് മീൻസ് 90 അടുത്ത് വന്നിരുന്നു. ഓക്കെ, അതിലോട്ട് എന്നെ എത്തിച്ച, അതുപോലെ തന്നെ RRBക്കും എനിക്ക് വേരിയേഷൻ ഉള്ള ചെറിയ വേരിയേഷനിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. സോ അതിലോട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ഈ ഓരോ ടിപ്സുകളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.